എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് പരിശുദ്ധ അമ്മയുടെ സഞ്ചാരി മാതാവ്, സമയത്തിന്റെ അധികാരി കൃപാസന അമ്മയോട് ചേർന്നാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇത് കൃപാസനം അഖണ്ഡ ജപമാല മഹാറാലിയാണ്. റാലിയിൽ പങ്കെടുക്കാൻ പോകുന്ന എല്ലാവർക്കും അവര് എന്ത് ഉദ്ദേശത്തിലാണ് റാലിയിൽ പങ്കെടുക്കുന്നത് അത് വീട്ടിലെത്തുന്നതിന് മുമ്പ് ആ വിഷയത്തിന് മാതാവ് ഒപ്പിട്ടിരിക്കും. അതുകൊണ്ടാണ് അത്രയും ആത്മാർത്ഥതയോടും കൂറോടും കൂടിയാണ് നമ്മൾ ദൈവത്തിന്റെ കൂടെ സഞ്ചരിക്കണം. നിങ്ങൾക്കറിയാം, ആദ്യത്തെ റാലി ഇവിടെ നടക്കുന്നത് 2001 ആ 2001 നമ്മൾ കൃപാസനത്തിന്റെ ഇപ്പോഴ് നടയിലിരിക്കുന്ന രൂപമില്ലേ, അവിടെ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോഴും. ആ രൂപം നമ്മള് എറണാകുളം ആർച്ച് ബിഷപ്പ് ചക്യാർ പിതാവിനെ കൊണ്ട് ബ്ലെസ്സിങ് ചെയ്തിട്ട് എറണാകുളത്തുനിന്ന് ഇതുപോലെ ആയിരക്കണക്കിന് മനുഷ്യരുടെ അകമ്പടിയോടുകൂടി കുന്നപ്പുറ വരെ പ്രാർത്ഥിച്ച് സഞ്ചരിച്ചിട്ട് തിരിച്ച് വെളുപ്പിന് 2 മണിക്ക് കൊണ്ടുവന്നാണ് ആ പ്രാർത്ഥനാപൂർവ്വം മാതാവിനെ 2002 അവിടെ പ്രതിഷ്ഠിച്ചത്. ആ പ്രതിഷ്ഠിച്ചതിനോട് അനുബന്ധിച്ചാണ് 2003 പ്രതിഷ്ഠാപന വാർഷിക റാലിയായിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷം നമ്മുടെ ആസ്തി പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? ഈ ലക്ഷക്കണക്കിന് മനുഷ്യര് രാത്രിയും പകലും പിന്നെ വർഷാവർഷം പ്രാർത്ഥിച്ച ജപമാലകളാണ്. ഇപ്പൊ ഞാൻ വിദേശ രാജ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ അവര് ചെയ്യുന്നത് ഓൺലൈൻ ഉടമ്പടി ലൈറ്റ് അക്കാദമി പേർക്കസ്റ്റുമാണ്. അപ്പോഴ് അങ്ങനെ ചെയ്യുന്നവർക്ക് നമ്മുടെ മക്കൾ തന്നെ എവിടെയെങ്കിലും പെട്ടുപോയാൽ, അവർക്ക് പള്ളിയില്ല, കുർബാനയില്ലാതൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൃപാസനവുമായിട്ട് ബന്ധപ്പെട്ട അമ്മയുമായിട്ട് ആ മധ്യസ്ഥത്തിൽ ലഭിക്കുന്നത് ഈ ഓൺലൈൻ ഉടമ്പടിയിലൂടെയാണ്. ഇപ്പൊ ഓൺലൈൻ ഉടമ്പടി ഒത്തിരി സാക്ഷികൾ ഇപ്പൊ വരുന്നുണ്ട്. അതിന്റെ ആസ്തി അച്ഛന് ഓൺലൈൻ ഉടമ്പടി അമ്മ തന്ന കാലത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ നടത്തുന്ന ജപമാല റാലിയിൽ പ്രാർത്ഥിക്കുന്ന കോടിക്കണക്കിന് ജപമാലയാണ് ഇതിന്റെ ആസ്തി എന്ന്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത് എന്റെ സഹോദരങ്ങൾക്ക് അറിയാവോ? അത് നിങ്ങളിപ്പോ 3 ലക്ഷം മനുഷ്യരാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. ഈ പങ്കെടുക്കുമ്പോൾ ഈ 3 ലക്ഷം ഒരു കുടുംബമായിട്ട് നമ്മൾ പങ്കെടുക്കുന്ന കാരണം ആ 3 ലക്ഷത്തിന്റെ പ്രാർത്ഥനാ ശക്തി നമ്മുടെ കുടുംബത്തിന് കിട്ടുകയാണ്. ഇതൊരു സർപ്ലസ് സ്പിരിച്വൽ എനർജിയാണ്. എന്നുവെച്ചാൽ നമ്മളുടെ ജീവിതത്തിന് 10 തലമുറകൾ ജീവിക്കാനുള്ള ആധ്യാത്മിക ആസ്തിയാണ് കൃപാസന അമ്മോടുകൂടെ നമ്മള് ഈ കടപ്പുറത്തുകൂടി നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേടിയിരിക്കുന്നത്. അത് ദൈവം നമുക്ക് തന്നൊരു വെളിയാണ്. അതൊരു ദൈവവിളിയാണ്. ഈ ദൈവവിളിക്ക് നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെയാണ് ആ വിശ്വാസത്തിന്റെ സ്ഥിരീകരണം. അതായത് ദൈവം നിങ്ങൾക്ക് നൽകിയ വിശ്വാസത്തെ നിങ്ങൾ സുവിശേഷവിഹിതമായി ജീവിച്ചതിന് പരിശുദ്ധം നിങ്ങൾക്ക് സമ്മാനമാണ് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹവും അധികാരവും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് പീഡിത സഭയ്ക്ക് വേണ്ടി കൂടിയാണ്. നൈജീരിയ സഭയില് 1 ലക്ഷത്തോളം മനുഷ്യരെ അവര് കശാപ്പ് ചെയ്തു, ഭീകരന്മാരെ. അതുപോലെ എല്ലാ രാജ്യങ്ങളിലേക്കും വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. 36 കോടി ജനങ്ങള് 36 കോടി വിശ്വാസത്തിന്റെ പേരില് ഈ ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പരിശുദ്ധമ്മ ഇതുപോലെയുള്ള ഭീകര സംവിധാനങ്ങളെയും സാത്താന്റെ കോട്ടക്കൊത്തളങ്ങളെയും തച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് നമ്മള് ജപമാല എന്ന ഈ സ്വർഗീയ ആയുധം കയ്യിലെടുത്തുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി പോരാടുന്നത്. ഇത് പോരാട്ടക്കാരുടെ പ്രാർത്ഥനയാണ്, ഇത് സൈനികരുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ സൈന്യം നമ്മൾ മുന്നോട്ട് കുതിക്കുകയാണ്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് കുതിക്കുകയാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളെയും നാരകീയ ശക്തികളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സുവിശേഷ വാക്യങ്ങളെ അവര് കൈമുതലായി പൈതൃകമായി സ്വീകരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലെ യേശുക്രിസ്തു ഏകരക്ഷകനാണെന്ന് ലോകത്തോട് ഏറ്റു പറഞ്ഞുകൊണ്ട് അവന്റെ നാമത്തിൽ രക്ഷ സ്വീകരിച്ചുകൊണ്ട് അവന്റെ നാമത്തിലുള്ള സഹത്തിന്റെ സുവിശേഷം പരസ്പര പ്രവർത്തനങ്ങളിലൂടെ അവൻ പറയുന്നത് ചെയ്തുകൊള്ളാവുന്ന 13 ലക്ഷം ആൾക്കാരാണ് മനുഷ്യരാണ് ഇന്ന് പരിശുദ്ധ ദേവമാതാവിന്റെ മധ്യസ്ഥതയില് കൃപാസന മാതാവിന്റെ മധ്യസ്ഥതയില് കുടുംബ
ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ 15 ലക്ഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്നത്. അമ്മ 2004 ഡിസംബർ 7-ാം തീയതി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞോളൂ. എന്താ പറഞ്ഞത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കാൻ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ എന്താ അമ്മ പറഞ്ഞത്? ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കാൻ. ആ ദുരന്തം ഉണ്ടാകാൻ പോലും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് അമ്മ പറഞ്ഞു. എന്ത് പ്രാർത്ഥിക്കണം? നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്തു കൊള്ളാമെന്ന് ദൈവത്തോട് പരിശുദ്ധയുടെ മധ്യസ്ഥ ഉടമ്പടിയെടുത്തുകൊണ്ട് ഉടമ്പടി സമൂഹമായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. അതേ പരിശുദ്ധ ദേവമാതാവ് അമ്മയുടെ പ്രത്യക്ഷഗണത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളെ സുവിശേഷ കയ്യിലെത്തിക്കൊണ്ട് ജപമായ കയ്യിലേക്കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ദുരന്തങ്ങളും, രാജ്യമുണ്ടാക്കുന്ന ദുരന്തങ്ങള്, സമൂഹ ദുരന്തങ്ങള്, വ്യക്തി ദുരന്തങ്ങള്, കുടുംബ ദുരന്തങ്ങള്, ആത്മീയ ദുരന്തങ്ങള്, എല്ലാ ദുരന്തങ്ങൾക്കുമെതിരെ പരിഗണിച്ചുകൊണ്ട് പോരാടാൻ വിടുന്നതിനെ വിളിച്ചതിന് നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം ചെയ്തുകൊണ്ടാണ്. അവരുടെ പ്രത്യക്ഷീകരണം തന്നെയാണ് ഉടമ്പടി റാലിയുടെ അന്തസത്യയുടെ വിഷയം. ഇത് സഭ ആഴമായിട്ടൊരു പഠിക്കുവാനും ഇതിലൂടെ സഭയ്ക്ക് വെളിപ്പെടുത്തുന്ന ഒരു ദൈവം വെളിപ്പെടുത്തുന്ന സ്വർഗീയമായ സത്യങ്ങളെ സഭ ലോകത്തോട് പറയുവാനും നമ്മള് സഭയ്ക്ക് വേണ്ടി കൂടിയാണ് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്. സ്വർലോക
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ അനുഗ്രഹീതമായ മധ്യസ്ഥതയിൽ ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഇവിടെ പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ തിരുമേനിയുടെ കൽപ്പന പ്രകാരം ഈ ബസിലിക്ക ദേവാലയത്തിൽ, കൃപാസന ദേവാലയത്തിൽ നിന്ന് തീർത്ഥാടകരായി ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്ന ഈ സമയം നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, അവിടുത്തോട് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വാത്സല്യവും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹങ്ങൾ നേരുന്നു. പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ എന്നെ ഇവിടെ സ്വാഗതം ചെയ്തു. ജോസഫ് അച്ഛൻ്റെ നല്ല വാക്കുകൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ജോസഫ് അച്ഛൻ ഇങ്ങോട്ടൊന്ന് വരാം. ഞങ്ങളെ രണ്ടുപേരെയും കൂടെ നിങ്ങളൊന്ന് നോക്കണം. അച്ഛനും ഞാനും സഹപാഠികളാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് ആലുവ കർമ്മലഗിരി സെമിനാരിയിൽ പഠിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വൈദിക പരിശീലനത്തിൽ ഏർപ്പെടുന്നതിനുമെല്ലാം ദൈവം തുണ ചെയ്തു. അന്ന് കൂടെ ഇരുന്ന് പഠിച്ച VP ജോസഫ് എന്ന ആ മെലിഞ്ഞ പയ്യൻ, എനിക്ക് വലിയ സന്തോഷത്തോടെ പറയാൻ കഴിയും, അനേകായിരങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥതയിൽ ദൈവാനുഭവം കൊടുക്കുന്ന കർത്താവിൻ്റെ ഒരു പുരോഹിതനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് നന്ദി പറയുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകൾക്കായി സ്വർഗം കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് പരിശുദ്ധ പിതാവിൻ്റെ ഒരു പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ലോക സമാധാനത്തിന് പ്രാർത്ഥിക്കുവാൻ ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുക. ലോകത്തിലെ അനേകമിടങ്ങളിൽ മനുഷ്യ സമൂഹത്തിൽ, രാജ്യങ്ങളിൽ, ചെറിയ പ്രദേശങ്ങളിൽ യുദ്ധവും അസ്വസ്ഥതയും വിദ്വേഷവും വെറുപ്പും, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ, ഭക്ഷണം കിട്ടാതെ മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന അവസ്ഥയിൽ, ആ ഒരു ലോകത്തിൻ്റെ വളരെ സങ്കീർണമായ ഒരവസ്ഥയിൽ പരിശുദ്ധ പിതാവ് സഭാ മക്കളോട് ആവശ്യപ്പെട്ടു, ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കണം. സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അഷ്ടഭാഗ്യങ്ങളിൽ നാം ഓർത്തിരിക്കുന്ന അഭാഗമാണ്. സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ
എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ പുത്രനെന്നും ദൈവത്തിൻ്റെ പുത്രി എന്നും വിളിക്കപ്പെടുന്നതിനേക്കാൾ നമുക്കെന്ത് മേൽവിലാസം, നമ്മുടെ ഭാഗ്യവും അനുഗ്രഹവും അതിനേക്കാൾ മഹത്തരമായി ഒന്നുമില്ല. കർത്താവ് പറയുന്നു, സമാധാനം നടത്തുന്നവർക്കുള്ള പദവിയാണ്, പേരാണ് ദൈവപുത്രനും ദൈവപുത്രിയും, ദൈവത്തിൻ്റെ മകനും ദൈവത്തിൻ്റെ മകളും. വളരെ സങ്കീർണമായ ഒരു ലോകത്ത് ആയുധങ്ങൾ എടുത്ത് യുദ്ധം ചെയ്യുന്നവരുണ്ട്, സമ്മർദ്ദത്തിലാക്കി ലോകത്തെ ഭയപ്പെടുത്തുന്നവരുണ്ട്, അധാർമികമായ പ്രവർത്തനങ്ങളിൽ ലോകത്തെ മർദ്ദിക്കുന്നവരുണ്ട്, തലമുറകളെ ബന്ധിക്കുന്നവരുണ്ട്. ഇവരെല്ലാം സമാധാനത്തെ ഇല്ലാതാക്കുകയാണ്. നാം നേരിൽ ഒരു യുദ്ധം കാണുന്നില്ലെങ്കിലും അവിടെ സമാധാനമുണ്ടെന്ന് പറയുവാനാവില്ല. ചില രാജ്യങ്ങൾ തമ്മിൽ നേരിട്ട് യുദ്ധമൊന്നും നമ്മൾ കാണുന്നില്ലെങ്കിലും ജനങ്ങൾ ഭയപ്പെട്ടാണ് കഴിയുക. ലോകത്തിലെ അനേകം ഇടങ്ങളിൽ ഈ അസമാധാനം വർദ്ധിക്കുമ്പോൾ വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമി ലോകത്തോട്, സഭയോട് പറയുന്നു, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കാരണം സമാധാനം പൂർണ്ണമായി നമുക്ക് ലഭിക്കുന്നത് ദൈവീക ഇടപെടലിലൂടെയാണ്. ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അത് സാധ്യതമാകണമെങ്കിൽ നമ്മുടെ ആഗ്രഹം ദൈവസന്നിധിയിൽ നാം പ്രകടിപ്പിക്കണം. ലോകത്തിൻ്റെ മുൻപിൽ നാം ഒരു സമർപ്പണം ദൈവത്തിനു മുൻപാകെ നടത്തുകയാണ്. നാഥ, നഷ്ടപ്പെട്ടു പോയ സമാധാനം ഞങ്ങൾക്ക് തിരികെ ലഭിക്കണം. ഞങ്ങൾക്ക് നഷ്ടമായ ആത്മാവിൻ്റെ സന്തോഷം വീണ്ടും ഞങ്ങൾക്ക് തരണമേ എന്ന് 51-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ നാം ഈ പരിശുദ്ധ സങ്കേതത്തിൽ ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥതയിൽ സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു, നാഥ, ഞങ്ങൾക്ക് സമാധാനം തിരികെ തരണം. നീതിയും സമാധാനവും ദൈവപദ്ധതിയിലെ മാറ്റിവെക്കാനാവാത്ത ഒരുപോലെയുള്ള ഘടകമാണ്. നീതിയും സമാധാനവും. നീതി ഇല്ലാതെ സമാധാനം ലഭിക്കുകയില്ല. എന്താണ് ഈ നീതി? നമ്മൾ ജസ്റ്റിസ് എന്ന് പറയും. നീതിക്ക് കാലതാമസം ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ പഠിക്കും. കാരണം നീതിക്ക് കാലതാമസം വന്നാൽ അവിടെ സമാധാനം മുറിഞ്ഞു പോകും, ഇല്ലാതാകും. നീതി ദൈവത്തിനുള്ളത് ദൈവത്തിനും മനുഷ്യർക്കുള്ളത് മനുഷ്യർക്കും കൊടുക്കുന്നതാണ് അതിൻ്റെ നീതി. ദൈവത്തെ മറന്നുകൊണ്ട് നീതി സംസ്ഥാപിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തെ മറന്നുകൊണ്ട് സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ലോകത്തിന് കഴിയില്ല. അത് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അടയാളമാണ് സമാധാനവും നീതിയും. ദൈവ തിരുമനസ്സിന് പൂർണ്ണമായി വിധേയപ്പെടുന്ന മനസ്സിലും സ്ഥലങ്ങളിലും സമാധാനം സംസ്ഥാപിതമാകും. പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ അവിശ്വസനീയമായ ഒരു വാക്കുമായി വരികയാണ്.
പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നീ ദൈവപുത്രനെ പ്രസവിക്കും. ദൈവത്തിൻ്റെ അമ്മയാകാൻ പോകുന്നു. അമ്മ പറഞ്ഞ് എനിക്കിത് മനസ്സിലാകുന്നില്ല, ഞാൻ പുരുഷനെ അറിയുന്നില്ല, വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, ഇതെങ്ങനെ സംഭവിക്കും? സംഭവിക്കാൻ സാധ്യതയില്ല. മനുഷ്യ സഹജമായ മറുപടിയാണ്. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ നിന്നിൽ നിന്ന് ജനിക്കുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അമ്മ ഇരു കൈകളും നീട്ടി ഗബ്രിയേൽ ദൂതൻ വഴി ദൈവപിതാവിനോട് പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. മനസ്സാകെ അസ്വസ്ഥമായിരുന്ന കന്യകമറിയം ദൂതൻ്റെ വാക്ക് കേട്ട് അസ്വസ്ഥമായ അവളുടെ മനസ്സ് പൊടുന്നനവെ ശാന്തമാവുകയും ഒരിക്കലും മാറ്റിപ്പറയാത്ത ഒരു ജീവിതക്രമത്തിലേക്ക് പ്രവേശിക്കുകയുമായിരുന്നു. ഈ അമ്മയെ നാം പിന്നീട് കാണുമ്പോൾ ദൂതനെ, ഗബ്രിയേലിനെ മുൻപ് കണ്ട ഒരു ഭാവമല്ല, പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുത്ത അമ്മയുടെ ഒരു ചിത്രമാണ്. അത് കാനായിലെ കല്യാണ വിരുന്നിലും ക്രൂശിൻ്റെ ചുവട്ടിലും ഗോകുൽത്തായിലേക്കുള്ള യാത്രയിലും ശിഷ്യന്മാർ പരിഭ്രാന്തരായി നടന്നപ്പോഴും അമ്മയ്ക്ക് സമാധാനമായിരുന്നു. കാരണം സമാധാനത്തിൻ്റെ ഉറവിടം അമ്മ കണ്ടെത്തി. സമാധാനത്തിൻ്റെ മർമ്മം തിരിച്ചറിയുന്നതിന് അമ്മയ്ക്ക് കഴിഞ്ഞു. കർത്താവിൽ നിന്നാണ് സമാധാനം, കർത്താവാണ് സമാധാനം തരുന്നത്. പൂർണ്ണമായും അവിടുത്തെ പക്കൽ അഭയപ്പെടുക എന്നത് അമ്മ തിരിച്ചറിഞ്ഞു. അമ്മ പറഞ്ഞത് ഒരിക്കലും മാറ്റി പറഞ്ഞില്ല. ദൈവത്തിൻ്റെ അമ്മയാകാൻ വിളിക്കപ്പെടുന്നു, ദൈവപുത്രൻ നിന്നിൽ നിന്ന് ജനിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ ഉത്തരം, തൻ്റെ കൺമുമ്പിൽ തൻ്റെ ഏകജാതൻ, തൻ്റെ പ്രിയ മകൻ കർത്താവായ യേശു ക്രിസ്തു പിടഞ്ഞു മരിക്കുമ്പോഴും അമ്മ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. നമ്മൾ പരിശുദ്ധ അമ്മയെ വിളിക്കുന്നത് സമാധാനരാജ്ഞി എന്നാണ്. സമാധാനരാജ്ഞിയുടെ അനുഗ്രഹീതമായ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന കോടാനുകോടി ജനങ്ങൾ ലോകത്തിലുണ്ട്. അമ്മേ മാതാവേ, അമ്മ സമാധാനത്തിനായി പ്രാർത്ഥിക്കണമേ. മലങ്കര സഭയിലുള്ള ഏക ബസിലിക്ക അത് തിരുവനന്തപുരത്താണ്. ആ ബസിലിക്കയുടെ പേര് സമാധാനരാജ്ഞി ബസിലിക്ക എന്നാണ്. സമാധാനത്തിൻ്റെ ദൈവസന്നിധിയിലെ ഏറ്റവും ശക്തമായ ശബ്ദം പരിശുദ്ധ അമ്മയുടേതാണ്. കൈ ഉയർത്തിയൊന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കൊടുക്കുന്ന, കർത്താവിൻ്റെ നീതിയെ അന്വേഷിക്കുന്ന, പ്രഘോഷിക്കുന്ന, കർത്താവിൻ്റെ നീതിക്കും സമാധാനത്തിനും വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുന്നവർക്ക് മാറ്റമില്ലാത്ത അടയാളമായി പരിശുദ്ധ അമ്മയുടെ ജീവിതം നിൽക്കുകയാണ്. പറഞ്ഞത് മാറ്റിപ്പറയാത്ത അമ്മ,
കൃപാസനത്തിലെ മാതാവിനെ തേടി നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ കൃപയെ പൂർണ്ണമായി സ്വീകരിച്ച് ഉറപ്പിച്ചവളാണ് പരിശുദ്ധ അമ്മ. വിട്ടുപിരിയാതെ കൃപയിൽ നിന്നവളാണ്. അവിടുന്ന് പറഞ്ഞത് മുഴുവൻ പൂർത്തിയാകുമെന്ന് വിശ്വസിച്ചവളാണ് മറിയം. കർത്താവ് പറഞ്ഞത് മുഴുവൻ നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചത് കൊണ്ട് അവളെ വിളിക്കുന്ന മറ്റൊരു പേര് ഭാഗ്യവതി എന്നാണ്. ഭാഗ്യവതിയായ മറിയം, സമാധാന രാജ്ഞിയായ മറിയം. ഈ അമ്മ ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അമ്മയോട് നമുക്ക് മാധ്യസ്ഥം തേടാം. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ പൊതുസമൂഹത്തിൽ, നമ്മുടെ സഭയിൽ, ദൈവരാജ്യത്തിൽ മുഴുവൻ ദൈവത്തിൻ്റെ സമാധാനം നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട്, തങ്ങൾ മനസ്സുകൊണ്ടുപോലും നിരൂപിക്കാത്ത കാരണം കൊണ്ട് ജീവൻ എടുക്കപ്പെടുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ജീവിതത്തിൽ മരണപ്പെടുന്ന കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ തെരുവീഥികളിൽ നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുമ്പോഴും ഉണ്ട് എന്ന വസ്തുത നാം ഓർക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അധർമ്മിയെയും അധർമ്മത്തെയും ഞാൻ വെറുക്കുന്നു. അധർമ്മത്തെ മാത്രമല്ല, അധർമ്മിയെയും വെറുക്കുന്ന ദൈവം. എന്നാൽ നീതി തഴച്ചു വളരുന്നത് സന്തോഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം പിടിച്ചാണ് നാം മുന്നോട്ട് പോവുക. അമ്മ അതാണ് ചെയ്തത്. കർത്താവേ, അങ്ങയുടെ ദാസി, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറണം. മനസ്സസ്വസ്ഥമായ ശിഷ്യന്മാരും പരിചാരകരും അമ്മയോട് കാനായിലെ കല്യാണ വിരുന്ന് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? വീട്ടുകാരൻ അപമാനിതനാകാൻ പോകുന്നു. അമ്മയ്ക്ക് ഒരേ ഒരു മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത്? അവൻ പറയുന്നത് പോലെ ചെയ്യുക. കർത്താവ് പറയുന്നത് പോലെ ചെയ്താൽ മതി. അമ്മ പറഞ്ഞത് ഒരു കല്യാണ വിരുന്നിലെ ഒരു പാനീയത്തെക്കുറിച്ച് മാത്രമാണെന്ന് നാം പരിമിതമായി ചിന്തിക്കരുതേ. അമ്മ പറഞ്ഞത് ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും, ഏത് കുറവ് വന്നാലും നിങ്ങൾ ചെല്ലേണ്ടത് കർത്താവിൻ്റെ അടുക്കലാണ്. അവിടുന്ന് പറയും എന്തു ചെയ്യണമെന്ന്. അവിടുന്ന് പറയുന്നത് അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉറപ്പോടെ മുൻപോട്ട് പോകാം. സമാധാനം രാജ്യങ്ങളുടെ പ്രശ്നമല്ല, മനസ്സിൻ്റെ ആവശ്യമാണ്. യുദ്ധം തുടങ്ങുന്നതും അവസാനിക്കുന്നതും എവിടാ? നമ്മൾ വിചാരിക്കും അതിർത്തി പ്രദേശത്താണെന്ന്. ആണോ? അല്ല. എവിടെയാ യുദ്ധം ആരംഭിക്കുന്നത്? എവിടാ യുദ്ധം ആരംഭിക്കുന്നത്? മനസ്സിലാണ്. യുദ്ധം ആരംഭിക്കുന്നത് മനസ്സിലാണ്. യുദ്ധം അവസാനിക്കുന്നതോ അത് മനസ്സിലാണ്. ദൈവ മനസ്സിന് വിധേയപ്പെടുമ്പോൾ അപജയങ്ങൾക്ക് അറുതി ഉണ്ടാകും. പരിശുദ്ധ അമ്മയുടെ വിലയേറിയ മാധ്യസ്ഥതയിൽ നാം ഈ പരിശുദ്ധ പിതാവിൻ്റെ കയ്യൊപ്പുള്ള ഈ ബസിലിക്ക ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയായ റോമിലെ ലയോ 14 മാർപ്പാപ്പ തിരുമേനിയോട് ചേർന്ന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ലോകത്തിൽ സമാധാനം വാഴാൻ അമ്മ പ്രാർത്ഥിക്കണമേ. അമ്മേ, ഞങ്ങളെ അനാഥരായി വിട്ടുകളയരുത്. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തവളായ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
അമ്മ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. അമ്മ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. അമ്മയുടെ നീലയങ്കിക്കുള്ളിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. അമ്മയുടെ പരിശുദ്ധിയുടെ മറ ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. അമ്മയോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം ഓർക്കുക, നാം കർത്താവിൻ്റെ അടുത്തേക്ക് നീങ്ങുകയാണ്. ഞാനൊരു പഴയ നിയമത്തിലെ ഒരു സംഭവം കൂടി പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു ഭാഗമുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 33-ാമത്തെ വാക്യം മുതലുള്ളത്. നിങ്ങളന്ന് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ക്ഷീണിച്ചായിരിക്കും ചെല്ലുന്നത്. ഇപ്പം തന്നെ പകുതി ക്ഷീണത്തിലാണ്. ഇങ്ങോട്ട് വരുന്ന കുറച്ച് പേര് തിരിച്ചു പോകുന്നത് ഞാൻ കണ്ടു. രാവിലെ പോലെ നടന്ന് ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷേ വീട്ടിൽ ചെന്ന് ഒന്ന് കുളിച്ച് റെഡിയായി കഴിയുമ്പം ആ ക്ഷീണമെല്ലാം പോയി ഉന്മേഷമാകും. കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ വേദഭാഗം വായിച്ചിട്ടേ കിടക്കാവൂ. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 14-ാം അധ്യായം നിങ്ങൾ ഒന്ന് വായിക്കണം. 33 വരെയുള്ള വാക്യത്തിലെ ആ ഒരു സംഭവത്തിൻ്റെ ചുരുക്കം പറയാം. യൂദയായിൽ ജീവിച്ചിരുന്ന ഹബക്കൂക്ക് പ്രവാചകൻ, ഹബക്കൂക്ക് തൻ്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്ന, അതായത് കൊയ്ത്തുകാലമാണ്, കൊയ്ത്തിലേർപ്പെട്ടിരുന്ന തൻ്റെ ജോലിക്കാർക്ക് പ്രഭാത ഭക്ഷണവുമായി വയലിലേക്ക് പോവുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ഈ പ്രഭാത ഭക്ഷണം പൊടിച്ച് അപ്പം, ഒരു പാത്രത്തിൽ കറി, ഇതുമായി വയലിലേക്ക് പോവുകയാണ്. ഇതൊരു ഭാഗം. മറുഭാഗത്ത് ദാനിയേൽ സിംഹക്കുഴിയിൽ കിടക്കുകയാണ്. ബാബിലോണിൽ 6 സിംഹങ്ങളുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് എണ്ണാനൊന്നും പറ്റിയിട്ടില്ല. എഴുതിയിരിക്കുന്നത് 6 എണ്ണമാണ്. അപ്പോൾ 6 ദിവസമായി ഇതിന് ഭക്ഷണമൊന്നും കൊടുത്തിട്ടില്ല. സാധാരണ അവരുടെ ഭക്ഷണക്രമം 2 മനുഷ്യ ശരീരം, 2 ആടുകൾ. ഇത് കൊടുക്കാതെ ഇരുന്നത് ദാനിയേലിനെ ഈ സിംഹങ്ങളങ്ങ് പെട്ടെന്ന് വിഴുങ്ങുന്നതിന് വേണ്ടിയാണ്. ദാനിയേൽ ഈ സിംഹക്കുഴിയിൽ കിടക്കുന്നു. ഹബക്കൂക്കിനോട് പറയുന്നു, ദൂതൻ പ്രത്യക്ഷപ്പെട്ട്, ഹബക്കൂക്ക് പ്രവാചക, നീ ബാബിലോണിൽ പോയി വിശന്നിരിക്കുന്ന ദാനിയേലിന് ഭക്ഷണം കൊടുക്കണം. കൊയ്ത്തുകാർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കിക്കൊണ്ടുപോകുന്ന ഹബക്കൂക്കിന് ഒരു സംശയം. അല്ലയോ പ്രഭു, ബാബിലോൺ എനിക്ക് അറിഞ്ഞുകൂടാ. കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞു കാണും, ഈ സിംഹക്കുഴിയെ ഒട്ടും പരിചയമില്ല. അപ്പോൾ പ്രവാചകൻ്റെ മുടിക്ക് തലമുടി പിടിച്ച് പൊക്കി വായുവേഗത്തിൽ ബാബിലോണിൽ ദാനിയേൽ പ്രവാചകൻ കിടന്നിരുന്ന സിംഹക്കുഴിയുടെ നേരെ മുകളിൽ കൊണ്ടെത്തിച്ചു. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ ഹബക്കൂക്കിന് കാര്യം മനസ്സിലായി. ഹബക്കൂക്ക് വിളിച്ച് താഴേക്ക് പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ദാനിയേൽ പ്രവാചകൻ മുകളിലേക്ക് നോക്കി, ദൈവമേ, നീ എന്നെ ഓർമ്മിച്ചിരിക്കുന്നുവല്ലോ. ലോർഡ്, യു റിമെമ്പർഡ് മീ. ദൈവമേ, നീ എന്നെ ഓർമ്മിച്ചല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം സ്നേഹിക്കുന്നവർക്ക് മനുഷ്യൻ വിചാരിക്കാത്ത സമയത്തും രീതിയിലും മനുഷ്യൻ നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത ആളുകളിലൂടെയും ദൈവത്തിൻ്റെ വാത്സല്യം
എത്തും. ഞാൻ പറഞ്ഞത് കേട്ടോ? കേട്ടവരൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ കരുണയും സ്നേഹവും കരുതലും നൽകുന്നവനാണ്. നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത് കർത്താവിൻ്റെ കരുണ അപേക്ഷിച്ചുകൊണ്ടാണ്. കർത്താവെ, ലോകത്തിൽ അവിടുത്തെ കരുണ അവിടുന്ന് വർദ്ധിപ്പിക്കണം. ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന ഈ സമാധാനം ഞങ്ങൾക്ക് തിരികെ തരണം. ഞങ്ങൾ അമ്മയെ കൂട്ടുപിടിച്ചല്ലോ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പാണ്. അമ്മയെ, മാതാവെ, പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിച്ച് തിരിച്ചു പോകുമ്പോൾ ഒരു കാര്യം ഓർക്കുക. വ്യക്തിയായി, പള്ളിയായി, സഭയായി, ദേശമായി, ദൈവമക്കളായി, ദൈവരാജ്യമായി ഈ സമാധാനം സ്ഥാപിക്കുന്നതിന് നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതവും നാം ഉപയോഗിക്കണം. നമ്മൾ ധാരാളം കേൾക്കുന്ന വാക്കാണ് വർഗീയത, അല്ലേ? ഒരു സമൂഹത്തിന് ബാധിക്കുന്ന രോഗത്തിൻ്റെ പേരാണ് വർഗീയത. ഒരു വ്യക്തിക്ക് തന്നെയാണ് ഈ രോഗം വരുന്നതെങ്കിൽ നമ്മൾ പറയും സ്വാർത്ഥത. സ്വാർത്ഥതയുടെ കൂട്ടുപര്യായമാണ് വർഗീയത. എന്ന് വെച്ചാൽ ഒരാൾക്കുള്ള രോഗം പലർക്ക് അതൊരു രോഗമായാൽ അതിൻ്റെ പേരാണ് വർഗീയത. നീതിയും സമാധാനവും വേഗത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ പ്രേരണ നൽകുന്ന കാര്യമാണ് ഈ വർഗീയത. എന്ന് വെച്ചാൽ എനിക്ക് മാത്രം ജീവിച്ചാൽ മതി, ഞാനേ ഉള്ളൂ ഈ ലോകത്തിൽ ജീവിക്കാൻ അർഹതയുള്ളത്, എൻ്റെ കാര്യം മാത്രം നടന്നാൽ മതി. ഇത് നീതിക്കും സമാധാനത്തിനും വലിയ തകർച്ചയുണ്ടാക്കുന്ന ചിന്തയാണ്. അത് ഞാൻ ചിന്തിച്ചാലും നിങ്ങൾ ചിന്തിച്ചാലും ആര് ചിന്തിച്ചാലും അത് വർഗീയതയാണ്. ക്രിസ്ത്യാനി അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് വർഗീയതയല്ലാതെ വരുമെന്ന് ധരിക്കരുത്. ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും സ്വാർത്ഥതയെ കൂട്ടുപിടിച്ച് സ്വന്തം കാര്യത്തിനു വേണ്ടി മാത്രം ചിന്തിക്കുകയും മറ്റുള്ളവരെ അപഹസിക്കുകയും അവരെ ചവിട്ടിത്താഴ്ത്തുകയും വാളില്ലാത്തത് കൊണ്ട് നാവ് കൊണ്ട് അവരെ കൊല്ലുകയും ചെയ്യുന്ന സമ്പ്രദായ ക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്ത് നാം ഓർക്കുക, ഇത് തിന്മയാണ്. ദൈവം ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയല്ല. നാം ദൈവത്തെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അവിടുത്തെ രാജ്യത്തിൻ്റെ അടയാളം മാത്രം അന്വേഷിക്കുക. കർത്താവ് പറഞ്ഞില്ലേ, മുന്നമേ ആദ്യമേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം നിങ്ങൾക്കെല്ലാം ലഭിക്കും. കർത്താവിനെ നാം സ്നേഹിക്കുന്നത് അവിടുത്തെ രാജ്യത്തിൻ്റെ അടയാളത്തോട് ചേർന്ന് നിന്ന്, ഇഫ് യു ലവ് മീ യു വിൽ കീപ് മൈ കമാൻഡ്മെൻറ്റ്സ്. നിങ്ങളെന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അതെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മെ നീതിയുടെയും സമാധാനത്തിൻ്റെയും വഴിയിലേക്ക് നമ്മുടെ പ്രവർത്തികൾ വഴി, നമ്മുടെ ചിന്ത വഴി, നമ്മുടെ സമീപനം വഴി ലോകത്തിൽ ഒരാൾ പോലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ഇടയാകരുതെന്ന ശാഠ്യം നമുക്കുണ്ടാകണം. നമ്മുടെ പ്രവൃത്തി വഴി, നമ്മുടെ വാക്കുവഴി ഒരാൾ കൂടി ദൈവത്തോട് അടുത്തു വരുന്നതിന് നാം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അമ്മ സഹായിക്കും, അമ്മ കൂടെ നിൽക്കും, അമ്മ മാധ്യസ്ഥം നമുക്ക് വേണ്ടി സ്വർഗത്തോട് പറയും. വലിയ സന്തോഷത്തോടും വലിയ ചാരിതാർത്ഥ്യത്തോടും കൂടി തന്നെയാണ് ഞാനിവിടെ വന്നത്. ജോസഫച്ചൻ പറഞ്ഞതുപോലെ വഴിയിൽ ഞാൻ കുടുങ്ങിപ്പോയി. അപ്പം ഇത്രയേ പ്രശ്നം ട്രാഫിക്കൊക്കെ ഉണ്ടാകുമെന്ന് എന്നോട് പറഞ്ഞെങ്കിലും ഇങ്ങനെ കുടുങ്ങിപ്പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ കൂടെ വന്ന അച്ഛൻ നന്നേ പാടുപെട്ടു. അരമണിക്കൂർ നേരത്തേക്ക് അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല.
കാരണം എന്നോട് പറയാൻ മറുപടി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു വണ്ടിയും മുമ്പോട്ട് പോകുന്നില്ല, പുറകോട്ടും പോകുന്നില്ല. അതുകൊണ്ട് അച്ഛൻ മുമ്പോട്ട് തന്നെ നോക്കി നടക്കുന്നത് ഞാൻ കണ്ടു. ഇവിടുത്തെ വോളണ്ടിയേഴ്സൊക്കെ കൂടി വന്ന് സഹായിച്ചു. അതുകൊണ്ട് ഈ സമയത്ത് ഇവിടെ വരാൻ സാധിച്ചു. എനിക്ക് വലിയ സന്തോഷം, വലിയ ദൈവാനുഗ്രഹം നിങ്ങൾ ഓരോരുത്തരും പ്രാപിച്ച് മടങ്ങുന്നത് ദൈവത്തിൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയാണ്. നമ്മൾ മുട്ടുമടക്കുമ്പോൾ കൈവിരിക്കുന്ന ഒരു ദൈവം, നമ്മൾ മുട്ടുമടക്കുമ്പോൾ കൈവിരിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളപ്പോൾ നാം എന്തിനു ഭയപ്പെടണം? ഇഫ് ഗോഡ് ഈസ് വിത്ത് us, who can be against us? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടാകണമെന്ന് നിരന്തരമായി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നല്ല പുരോഹിതൻ നമ്മുടെ ജോസഫച്ചൻ തൻ്റെ അനുഗ്രഹീതമായ ശുശ്രൂഷ തുടരട്ടെ. അപഹസിക്കുന്നവരും പരിഹസിക്കുന്നവരും ക്രിസ്തീയ ജീവിതത്തിന് ചുറ്റും ഉണ്ടാകും. തളർന്നു പോകാതെ ദൈവകരം പിടിച്ച് മുൻപോട്ട് പോവുക. നാം ഉത്തരം കൊടുക്കേണ്ടത് അവിടുത്തെ സന്നിധിയിലാണ്, ലോകത്തിൻ്റെ മുമ്പിലല്ല. ലോകത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു സാക്ഷ്യം കൊടുക്കാനുണ്ട്. ഉത്തരം കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിലാണ്. നമുക്ക് ഭയപ്പെടേണ്ടതില്ല. നീതിയും സമാധാനവും ദൈവഭയവും മനുഷ്യസ്നേഹവും ഒരുമിച്ച് ചേർന്നാൽ ലോകത്തിൽ ആർക്കും തളർത്തിക്കളയുവാൻ ആവില്ല നമ്മുടെ ജീവിതം. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരും ഒന്നും പറഞ്ഞില്ല. ഇത്രയും പേരോട് പറഞ്ഞിട്ട് ആരുടെയും ഒരു മറുപടി കിട്ടിയില്ല. ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ പിള്ളേരാണെങ്കിൽ ചോദിക്കുമ്പോൾ അവർ അലറി വിളിച്ച് പറഞ്ഞതിനെ പ്രാർത്ഥിക്കാമെന്ന്. പ്രാർത്ഥിക്കാം അല്ലേ? പ്രാർത്ഥിക്കാമെന്ന് പള്ളിയിലിരുന്ന് പറഞ്ഞിട്ട് പോയിട്ട് മറന്നു പോകരുത്. ശിക്ഷ ഇരട്ടിയാണ്. പള്ളിയിലിരുന്ന് പറഞ്ഞെന്നുള്ളത് പ്രാർത്ഥിക്കാതെ പോകുന്നു. പ്രാർത്ഥിക്കുമല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേക നിയോഗമൊന്നും വെക്കണ്ട. തിരുമേനിക്കൊരു വയസ്സ് കുറയ്ക്കണേ, രോഗമൊന്നും ഉണ്ടാകരുത്, അതൊന്നുമല്ല പ്രധാനപ്പെട്ട വിഷയം. നിങ്ങളിത് പ്രാർത്ഥിച്ചാൽ മതി. ദൈവമേ, ഞങ്ങളോട് ഇന്ന് വന്ന് പറഞ്ഞ ഈ പിതാവിന് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക കാവൽ, സംരക്ഷണം, പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം അങ്ങ് ഇഷ്ടപ്പെടുന്നിടത്തോളം കാലം, അത് ആയുസ് എത്രയായാലും അത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. കേട്ടോ ഇല്ലയോ? കേട്ടു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ജോസഫച്ചനോട് ഞാൻ നന്ദി പറയും. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, പറഞ്ഞ് എന്തു വേണമെങ്കിലും പറഞ്ഞോളാം. പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒറ്റയ്ക്ക് ഇങ്ങനെ മാറി ചെറിയൊരു മൂളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകുന്ന കണ്ടിട്ടുണ്ട്. മാറി നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പം അതിരാവിലെ വെള്ളത്തിൽ പോയി നിന്ന് കടലിൽ പ്രാർത്ഥിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പം ഞാൻ ഓർത്തിട്ടുണ്ട്, ഈ പുള്ളിക്ക് എന്തോ പറ്റി ഇതൊക്കെ പറയുമ്പോൾ. വ്യത്യസ്തമായ ഒരു ദൈവാനുഭവത്തിൻ്റെ വഴിയിലൂടെ ഞാൻ പരിചയപ്പെട്ട നാൾ മുതൽ നടക്കുന്ന ഒരു വൈദിക വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു ദൈവനിശ്ചയത്തിൽ വേറൊരു വഴിയിൽ. അച്ഛൻ്റെ ശുശ്രൂഷകളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എത്ര മനുഷ്യർക്കാണ് ദൈവാനുഭവം കൊടുക്കാൻ ദൈവം ഓരോരുത്തരെ ഉപയോഗിക്കുക. ഈ ഒരു കാര്യത്തിൽ പ്രിയപ്പെട്ട ജോസഫ് അച്ഛനെ ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയും. നിങ്ങളെല്ലാവരും തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ലോകത്തിൽ ഒരു വിളക്കായി നിൽക്കാനാണ്. നമ്മൾ ചെറിയ ചെറിയ പ്രതിസന്ധികളൊക്കെ കണ്ട് നിരാശപ്പെട്ടു പോകരുത്. ഇത് അവൻ്റെ സഭയാണ്, അവിടുത്തെ സഭയാണ്. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് കർത്താവ് പറഞ്ഞ സഭയാണ്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സഭ യുഗാന്ത്യം വരെ നമുക്ക് അടയാളമായും പ്രകാശമായും നമ്മുടെ മുൻപിലുണ്ടാകണം. വചനകൂടാരമായി നമ്മുടെ മുമ്പിലുണ്ടാകണം. അപ്പം സൂക്ഷിക്കുന്ന പേടകമായി മധ്യേ ഉണ്ടാകണം. അമ്മയും മാലാഖം വിശുദ്ധരും കാവൽ നിൽക്കുന്ന ഈ വിശുദ്ധ കൂടാരത്തിന് സ്വർഗം എപ്പോഴും സംരക്ഷണം നൽകി കാത്തു പരിപാലിക്കുമ്പോൾ എളിയവരായ നമ്മുടെ പ്രാർത്ഥന, ദൈവമേ ഈ സാക്ഷ്യകൂടാരത്തെ അങ്ങ് എല്ലാ പ്രക്ഷോഭങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നിയോഗങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ പലതുണ്ടാകും. ആ നിയോഗങ്ങളെയെല്ലാം ദൈവം പൂർത്തീകരിക്കട്ടെ. പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കട്ടെ. അമ്മ നിങ്ങളെ പറഞ്ഞയക്കുന്നത് ഇങ്ങനെയാണ്: അവൻ എൻ്റെ മകൻ യേശുതമ്പുരാൻ, നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹ അവിടുന്ന് പറയുന്നത് പോലെ ചെയ്യുക. ആമേൻ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒക്ടോബർ മാസം 25-ാം തീയതി നടക്കുന്ന ജപമാല കൃപാസനം ജപമാല റാലിയോട് അനുബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ, അത് പങ്കെടുക്കുന്നവരെ, അവരുടെ വീഡിയോ എല്ലാം അച്ഛന് അയച്ചു തരുന്നുണ്ടവരെ കൂടുതൽ തെളിമയുള്ള നല്ല ശുശ്രൂഷകൾ നടത്തി ഭൂമിയെ മുഴുവനും പ്രപഞ്ചശക്തിയുടെ മാതാവായ മധ്യസ്ഥയായ പരിശുദ്ധ മറിയത്തിന് ഭൂമിയെ മുഴുവൻ ഏൽപ്പിക്കുന്നത് കൊണ്ടാണ് കൃപാസനം ഭൂമി മുഴുവനും വിവിധ രാജ്യങ്ങളിൽ ജപമാല നടത്തുന്നത്. അങ്ങനെ ജപമാല നടത്തുന്ന എല്ലാവരെയും, ആ ജപമാല നടത്തിക്കൊണ്ട് എന്നെ സംഘടിപ്പിക്കുന്നവരെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും പങ്കെടുക്കുന്നവരെയും പരിശുദ്ധയുടെ നീല മേലങ്കയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാ നിറവിനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കൃപാസനമാതേ മറിയാംബികേ വരദാനവാരിധി ജപമാല റാണി ആവേ ആവേ മറിയാ കാരുണ്യനാഥേ കൃപാസനമാതേ മറിയാംബികേ വരദാനവാരിധി ജപമാല റാണി ആവേ 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 മറിയ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമേതം നമ്മുടെ ആടവേഷണമേയാമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, താപങ്ങളുടെ സ്ത്രീകളങ്ങനെയാകുന്നു. അങ്ങേതത്തിന്റെ ഫലമായി ഈശോ അംഗീകരിക്കപ്പെടുന്നതാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമേതം നമ്മുടെ ആടവേഷണമേയാമേൻ. കാരുണ്യനാഥേ കൃപാസനമാതേ മറിയാംബികേ വരദാനവാരിധി ജപമാല റാണി ആവേ 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 മറിയ കനിവിന്റെ അമ്മേ കൃപാസന
ഞങ്ങളുടെ മനസ്സമേതം രക്ഷകന്റെ മാതാവേ, സഭയുടെ കന്യകേ, വണക്കത്തിനെ കന്യകേ, കനിവുള്ള കന്യകേ, ഏറ്റവും വിശ്വസ്തയായ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ജ്ഞാനപൂരിത പാത്രം തിരുമുൻപിൽ വിറയാർന്ന ഹൃദയം നുറുങ്ങി കരളലിഞ്ഞു കനിവിയന്നു മിഴി തുറക്കുന്നാദേ ആവേ ആവേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ആലപ്പുഴയുടെ തീർത്ഥാടക സംഗമമാണ് അർത്തുങ്കൽ ബസിലിക്കയിൽ നടക്കുന്നത്. ചിരപുരാതനമായ ക്രൈസ്തവ വിശ്വാസം പ്രഘോഷിക്കപ്പെട്ട മിഷൻ പ്രവർത്തനത്തിൻ്റെ തീരദേശത്തെ കേന്ദ്രമാണ് അർത്തുങ്കൽ. 1581 സ്ഥാപിതമായ പള്ളിയാണ് ഇതിൻ്റെ പിറകിലുള്ളത്. നൂറ്റാണ്ടുകളായി സുവിശേഷ ദീപ്തി പ്രസരിപ്പിക്കുന്ന മിഷണറിമാരുടെ ഈ ഭവനത്തിലേക്ക് ഈ കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിലെ ശോഭ പകർത്തുന്ന മറ്റൊരു മിഷൻ കേന്ദ്രം പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള കൃപാസനത്തിൽ നിന്ന് തീർത്ഥാടകരായി എത്തുകയാണ്. അർത്തുങ്കലിനെ സംബന്ധിച്ചിടത്തോളം ഇത് മകരം പെരുന്നാളിൻ്റെ ഒരു അനുഭൂതിയാണ്. അന്നാണ് ഇതുപോലൊരു വലിയ ജനസഞ്ചയം ഇവിടെ എത്തുന്നത്. ഇപ്പോൾ വർഷങ്ങളായി ഈ ജപമാല റാലിയിലും ബഹുമാനപ്പെട്ട റക്ടച്ച് നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്തു. ഞാനും ഈ രൂപതയിലേക്ക്, ഈ പുണ്യ സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈശോ നമുക്ക് നൽകിയിട്ടുള്ള തൻ്റെ അവസാനത്തെ മുദ്ര പതിപ്പിച്ച 2 സമ്മാനമാണ് വിശുദ്ധ ബലിയും പരിശുദ്ധ അമ്മയും. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞ് അന്ത്യരാത്രിയിൽ ഈശോ നമുക്ക് ദിവ്യകാരുണ്യം നൽകി. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഈശോ അവസാനം കണ്ണടക്കുമ്പോൾ പരിശുദ്ധ മാതാവിനെ നൽകി. അതുകൊണ്ട് സഭയുടെ, കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ ദിവ്യകാരുണ്യവും പരിശുദ്ധ അമ്മയും എപ്പോഴും പരസ്പര പൂരകമായി നമ്മൾ കാണുന്നുണ്ട്. ഈ തീർത്ഥാടക സംഗമത്തിൽ ജപമാല മന്ത്രങ്ങളാൽ നാം മുൻപോട്ട് പോകുന്ന വന്നണഞ്ഞ ഈ തീർത്ഥാടക സംഗമത്തിൻ്റെ ക്ലൈമാക്സ് ഈശോയുടെ ഈ 2 സമ്മാനവും ഏറ്റുവാങ്ങുന്നതാണ്. ദിവ്യകാരുണ്യം കർത്താവാണ്. ഇത് അവിടുന്ന് നമുക്ക് സന്നിഹിതനാവുന്നു. പരിശുദ്ധ അമ്മയെ കർത്താവ് നമുക്ക് നിൻ്റെ അമ്മയായി സ്വീകരിക്കുവാനായിട്ടുള്ള സമ്മാനവും നൽകുന്നു. ഈശോയെ സ്വീകരിച്ച വേളയിൽ പരിശുദ്ധ അമ്മ പിതാവിനോട് പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. ദിവ്യകാരുണ്യം സജ്ജമാക്കിയപ്പോൾ ഈശോയും പിതാവിനോട് പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. പെസഹ രാത്രിയിലെ വിരുന്നിൽ കർത്താവ് പാനപാത്രം നുകർന്നോ എന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞുകൂടാ. നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിനെന്നാണ് കർത്താവ് പറഞ്ഞത്. പക്ഷേ ആ രാത്രി താൻ കയ്പിൻ്റെ പാനപാത്രം കുടിക്കുന്നുവെന്ന് അവിടത്തേക്ക് അറിയാമായിരുന്നു. പത്രോസ്
ഈശോയെ എതിർത്തവർക്ക് നേരെ വാളോങ്ങിയപ്പോൾ കർത്താവ് പത്രോസിനെ ഓർമ്മിപ്പിച്ചതാണ്, എൻ്റെ പിതാവ് നൽകുന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ. ഈശോ മരിക്കുന്ന നേരത്ത് കർത്താവിന് നൽകിയ ഏറ്റവും അവസാനത്തെ സമ്മാനം കയ്പുള്ള വീഞ്ഞായിരുന്നു. അത് രുചിച്ചുകൊണ്ടാണ് കർത്താവ് മരണമടയുന്നത്. അതിന് തൊട്ടുമുമ്പാണ് ഈശോ നമുക്ക് മാതാവിനെ സമ്മാനമായി നൽകുന്നത്. ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ്, മാതാവ് കൈപ്പേറ്റ് വാങ്ങിക്കൊണ്ട് ഈശോയെ നൽകി, ഈശോ കൈപ്പേറ്റ് വാങ്ങിക്കൊണ്ട് മാതാവിനെയും ദിവ്യകാരുണ്യത്തെയും നമുക്ക് നൽകി. നമ്മുടെ ജീവിതത്തിലെ കയ്പുകൾ ഈശോയെ സ്വീകരിക്കുവാൻ, മാതാവിനെ സ്വീകരിക്കുവാനായിട്ടുള്ള അവസരങ്ങളാണ്. ഈ കയ്പ് പിതാവായ ദൈവത്തോടുള്ള നമ്മുടെ അനുസരണമാണ്. അനുസരണം കയ്പുള്ളതാണ്, പക്ഷെ അനുസരണമാണ് നമുക്ക് ദിവ്യാനുഗ്രഹം നൽകുന്നത്. ഈ ദിവ്യകാരുണ്യത്തിൽ പങ്കുചേർന്ന് പരിശുദ്ധ മാതാവിനെ അമ്മയായി സ്വീകരിച്ച് നമുക്ക് മറിയത്തോടും ഈശോയോടും ചേർന്ന് ദൈവത്തോട് നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് എല്ലാം ഭരമേൽപ്പിച്ചാൽ നാം അനുഗ്രഹീതരാണ്. അനുസരണയുടെ ഭാഗ്യമാണ് മറിയവും ഈശോയും നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല നീറുന്ന ആവശ്യങ്ങളായി ഇവിടെ എത്തിയിട്ടുള്ളവർ, കൃതജ്ഞതാ നിർഭരമായ ഹൃദയത്തോടെ ഇവിടെ എത്തിയിട്ടുള്ളവർ എല്ലാം നമുക്ക് ഈശോയുടെ അനുസരണയിൽ ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുവാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.